എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് യഥാർത്ഥ ശക്തിയെന്ന്? പണമാണോ, അധികാരമാണോ, അതോ അതൊക്കെ കഴിഞ്ഞും വലുതായി മറ്റെന്തെങ്കിലുമുണ്ടോ? ഇന്ന് നമ്മൾ അത്തരമൊരു ചോദ്യത്തിനുത്തരം തേടുന്ന ഒരു പഴയ കഥയിലേക്കാണ് പോകുന്നത്. ഇത് വെറുമൊരു കഥയല്ല കേട്ടോ, രണ്ട് വ്യത്യസ്ത ലോകങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നൊരു കഥയാണ്. അധികാരവും സ്വാതന്ത്ര്യവും തമ്മിൽ നേർക്കുനേർ വരുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ജേതാവ് തനിക്കൊരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് തോന്നിയ ഒരാളെ കണ്ടുമുട്ടിയപ്പോൾ എന്ത് സംഭവിച്ചുവെന്ന് നമുക്ക് നോക്കാം. അപ്പോ നമ്മുടെ പ്രധാന ചോദ്യം ഇതാണ്: എന്താണ് യഥാർത്ഥ പവർ? ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച ഒരു ചക്രവർത്തിയുടെ വാളാണോ, അതോ ലോകം തന്നെ വേണ്ടെന്ന് വെച്ച ഒരു സന്യാസിയുടെ നിർഭയത്വമാണോ? ഈ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് ഈ കഥയിൽ നിന്ന് കിട്ടുമോ എന്ന് നോക്കാം. അപ്പോ നമ്മുടെ കഥ തുടങ്ങുന്നത് പണ്ടാണ്. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ഇന്ത്യയിലെത്തിയ ആ കാലഘട്ടത്തിൽ ലോകം മുഴുവൻ കീഴടക്കി മുന്നോട്ടു പോകുന്ന അദ്ദേഹത്തോട് ഗ്രീസിലുള്ള കൂട്ടുകാർ ഒരു വെറൈറ്റി സമ്മാനം നാട്ടിലേക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇവിടെയാണ് ഒരു രസം. അവർ ചോദിച്ച അപൂർവ പുഷ്പം ഒരു ചെടിയായിരുന്നില്ല. അത് ഇന്ത്യയുടെ മണ്ണിൽ മാത്രം കാണുന്ന സന്യാസി എന്ന് പറയുന്ന ഒരത്ഭുതമായിരുന്നു. ശരിക്കും ഭൗതികമായ ലോകം മുഴുവൻ ഉപേക്ഷിച്ച ഒരാളെങ്ങനെയായിരിക്കും എന്നറിയാനുള്ള ഒരു ആകാംക്ഷ അതായിരുന്നു അവർക്ക്. അങ്ങനെ ഇന്ത്യയിലെ പടയോട്ടമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകാൻ നേരം അതിർത്തിയിലെ അവസാനത്തെ ഗ്രാമത്തിൽ വച്ചാണ് അലക്സാണ്ടറിന്റെ കൂട്ടുകാരുടെ കാര്യം ഓർമ്മ വന്നത്. അയ്യോ, വാക്ക് കൊടുത്തതാണല്ലോ. ഉടനെ അദ്ദേഹം പടയാളികളോട് ഉത്തരവിട്ടു, പോയി ആ അപൂർവ പുഷ്പത്തെ കണ്ടെത്താൻ. അങ്ങനെ പടയാളികളുടെ അന്വേഷണം ചെന്നെത്തിയത് ഒരു പുഴയുടെ കരയിലാണ്. അവിടെ ദന്തിനി എന്നൊരു സന്യാസി പൂർണ്ണനഗ്നനായി ധ്യാനത്തിലിരിക്കുന്നു. ആ നിമിഷം ചരിത്രത്തിലെ രണ്ട് വലിയ ശക്തികൾ തമ്മിൽ കാണാൻ പോവുകയായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ ആ കാഴ്ച. ഒരു വശത്ത് ലോകം മുഴുവൻ കാൽ കീഴിലാക്കിയ അലക്സാണ്ടർ, മറുവശത്ത് ഈ ലോകം തന്നെ വേണ്ടെന്ന് വെച്ച ദന്തിനി. ഒരാൾ ലക്ഷക്കണക്കിന് ആളുകളുടെ യജമാനനാണ്, മറ്റൊരാൾ ആരുടെയും അടിമയുമല്ല. അപ്പോൾ പടയാളികൾ വളരെ ബഹുമാനത്തോടെ തന്നെ സന്യാസിയോട് കാര്യം പറഞ്ഞു. മഹാനായ അലക്സാണ്ടർ അങ്ങയെ ക്ഷണിക്കുന്നു. ഞങ്ങളോടൊപ്പം വന്നാൽ എല്ലാവിധ സുഖസൗകര്യങ്ങളോടും കൂടി ഒരു രാജകീയ അതിഥിയായി ജീവിക്കാം. നല്ലൊരു ഓഫറായിരുന്നു അല്ലേ? പക്ഷേ ധ്യാനത്തിലിരുന്ന ആ സന്യാസി ഒന്ന് കണ്ടു തുറന്നു. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചിരിച്ചു. അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ ലളിതമായിരുന്നു, പക്ഷെ ഒരു വാളിനേക്കാൾ മൂർച്ചയുണ്ടായിരുന്നു. പോയി നിങ്ങളുടെ യജമാനോട് പറയൂ, ഒരു സന്യാസി ഒരു മേഘം പോലെയാണ്, പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ സഞ്ചരിക്കും, ഞാൻ ആരുടെയും അടിമയല്ല. ആ മറുപടി കേട്ടതും പടയാളികളുടെ സ്വരം മാറി. സ്നേഹത്തോടെയുള്ള ക്ഷണം പെട്ടെന്ന് ഭീഷണിയായി. അവരുടെ ശബ്ദം ഉയർന്നു. നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ അലക്സാണ്ടർ നിൽക്കില്ല. അദ്ദേഹം നിങ്ങളുടെ തലയെറുത്ത് കളയും. ആ ഭീഷണി കേട്ടിട്ട് ആ സന്യാസിക്ക് ഒരു കുലുക്കവുമുണ്ടായില്ല. അദ്ദേഹം അപ്പോഴും ശാന്തനായി പറഞ്ഞു, എങ്കിൽ പിന്നെ നിങ്ങളുടെ യജമാനനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതല്ലേ നല്ലത്. ഒരുപക്ഷെ ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞേക്കാം. അതോടെ സംഭവം കാര്യമായി. തന്റെ അധികാരത്തെ ചോദ്യം ചെയ്ത ആ നഗ്നനായ മനുഷ്യനെ കാണാൻ അലക്സാണ്ടർ നേരിട്ട് പുറപ്പെട്ടു. ഉള്ളിൽ ദേഷ്യമുണ്ട്, എന്നാലും ആരാണീ മനുഷ്യൻ എന്നറിയാനുള്ള ഒരു കൗതുകവും. വാളും ആത്മാവും തമ്മിലുള്ള ആ ഒരു കണ്ടുമുട്ടലിന് അരങ്ങൊരുങ്ങുകയായിരുന്നു. അലക്സാണ്ടർ വന്നത് വെറും കൈയോടെയല്ല, കയ്യിൽ ഊരിപ്പിടിച്ച വാളുമായിട്ടാണ് ദന്തനിയുടെ മുന്നിലേക്ക് നടന്നെടുത്തത്. തന്റെ ശക്തിയുടെ ചിഹ്നമായ ആ വാള് കാണിച്ച് അയാളെ ഒന്ന് പേടിപ്പിക്കാമെന്ന് കരുതി കാണും. ആ നിമിഷം ലോകത്തിലെ ഏറ്റവും വലിയ ഭൗതിക ശക്തി ആത്മീയ സ്വാതന്ത്ര്യത്തിന് മുന്നിൽ നിൽക്കുകയാണ്. എന്നാൽ അലക്സാണ്ടറിനെ ശരിക്കും ഞെട്ടിച്ചുകൊണ്ട് ആ സന്യാസി ഒരു പുഞ്ചിരിയോടെ കൽപ്പിച്ചു, ആ വാൾ ഉറയിലിട്ടേക്ക്. അതുകൊണ്ട് ഇവിടെ ഒരു പ്രയോജനവുമില്ല. അതിന്റെ കാരണവും അദ്ദേഹം തന്നെ പറഞ്ഞു, നിങ്ങളുടെ വാളിന് എന്റെ ഈ ശരീരത്തെ മാത്രമേ മുറിക്കാൻ കഴിയൂ. ഈ ശരീരം ഞാനെന്നോ ഉപേക്ഷിച്ച ഒരു പഴയ തുണി പോലെയാണ്. അതുകൊണ്ട് ഈ കുട്ടിക്കളി നിർത്തൂ. ഒറ്റ നിമിഷം കൊണ്ട് അലക്സാണ്ടറുടെ ഏറ്റവും വലിയ ശക്തി അവിടെ ഒന്നുമല്ലാതായി. ചരിത്രത്തിൽ ആദ്യമായി ലോകചക്രവർത്തിയായ അലക്സാണ്ടർ മറ്റൊരാളുടെ ആജ്ഞ അനുസരിച്ചു. ഭൗതികമായ അധികാരത്തിന്റെ അഹങ്കാരം ആത്മീയമായ നിർഭയത്വത്തിനു മുന്നിൽ തലകുനിച്ച ഒരു നിമിഷം. അവിടെ നിന്ന് തിരിച്ചു നടക്കുമ്പോൾ അലക്സാണ്ടർ ഒന്നും സംസാരിച്ചില്ല. ഒരുപക്ഷേ ജീവിതത്തിൽ ആദ്യമായി തോറ്റുപോയതുപോലെ. അദ്ദേഹത്തിന്റെ മനസ്സിൽ മുഴുവൻ ആ സന്യാസിയുടെ വാക്കുകളായിരുന്നു. എന്താണ് ആ മനുഷ്യന്റെ യഥാർത്ഥ ശക്തി? അപ്പോഴാണ് അദ്ദേഹത്തിന് ആ തിരിച്ചറിവുണ്ടായത്. അദ്ദേഹം സ്വയം പറഞ്ഞു, മരിക്കാൻ തയ്യാറായി നിൽക്കുന്നൊരു മനുഷ്യനെ എങ്ങനെ കൊല്ലാനാണ്? ആ പ്രവൃത്തിക്ക് തന്നെ ഒരർത്ഥവുമില്ലാതാകും. ശരിയാണ്, ഭയമില്ലാത്ത ഒരാളുടെ മുന്നിൽ വാളിന് എന്തുവില? അപ്പോ ഈ കഥയുടെ ആത്മാവെന്ന് പറയുന്നത് നിർഭരത്വമാണ്.
അതായത് മരണത്തെപ്പോലും പേടിയില്ലാത്തൊരവസ്ഥ. ആ ഒരു മാനസികാവസ്ഥയിലെത്തിയാൽ പിന്നെ നിങ്ങളെ ആർക്കും ഒരടിമയാക്കാൻ കഴിയില്ല, നിങ്ങൾക്കും ആരെയും അടിമയാക്കാൻ കഴിയില്ല. കാരണം എല്ലാ ചങ്ങലകളുടെയും തുടക്കം ഭയമാണ്. ഇതാണ് ഈ കഥയിലെ ഏറ്റവും വലിയ സത്യം. ഇത് നോർത്തു വെച്ചോളൂ. നിങ്ങളെ അടിമയാക്കി മാറ്റുന്നത് നിങ്ങളുടെ ഉള്ളിലെ ഭയമാണ്. അതുപോലെ മറ്റൊരാളെ അടക്കി ഭരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നതും നിങ്ങളുടെ ഉള്ളിലെ ഭയം തന്നെയാണ്. അങ്ങനെ കൂട്ടുകാരാവശ്യപ്പെട്ട ആ അപൂർവ പുഷ്പത്തെ, ആ സന്യാസിയെ അലക്സാണ്ടറിന് കൂടെ കൂട്ടാൻ പറ്റിയില്ല. പക്ഷേ അതിനേക്കാൾ എത്രയോ വിലപ്പെട്ട ഒരു തിരിച്ചറിവുമായിട്ടാണ് അദ്ദേഹം മടങ്ങിയത്. ഈ കഥ നമ്മളോടും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്, നിങ്ങളുടെ യഥാർത്ഥ ശത്രു പുറത്തല്ല, നിങ്ങളുടെ ഉള്ളിലെ ഭയമാണ്. രണ്ടാമത്, ആ ഭയത്തെ നിങ്ങൾ എപ്പോൾ മറികടക്കുന്നുവോ അപ്പോൾ നിങ്ങൾ പൂർണ്ണമായും സ്വതന്ത്രനാകും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അപൂർവ പുഷ്പം, ഈ നിർഭയത്വം, അതേതെങ്കിലും സന്യാസിമാരുടെ മാത്രം സ്വന്തമല്ല. അത് നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ വിരിയാൻ കാത്തിരിക്കുന്നുണ്ട്. ഇത്രയും നേരം ഈ കഥയും അതിന്റെ സന്ദേശവും കേൾക്കാൻ സമയം കണ്ടെത്തിയതിന് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങളുടെ ഉള്ളിലെ ഭയങ്ങളെ മറികടക്കാനും സ്വാതന്ത്ര്യത്തിന്റെ ആ അപൂർവ പുഷ്പം വിരിയിക്കാനും ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.